ഗൾഫ് ദിസ് വീക്കിൽ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കരവിരുതിൽ ഭാവനകൾ പൂത്തുലയുന്ന സന്തോഷിന്റെ വിശേഷങ്ങളിലേക്ക്. പാഴ്വസ്തുക്കളിൽ നിന്ന് ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ ഒരുക്കുകയാണ് പ്രവാസിയായ സന്തോഷ്. ആഴ്ചകളുടെ കഠിനാധ്വാനത്തിനൊടുവിൽ സന്തോഷിന്റെ കരവിരുതിൽ പിറവിയെടുക്കുന്നത് തികവുള്ള കലാസൃഷ്ടികൾ. മരത്തിന്റെ വേരുകളിൽ നിന്ന് പടർന്നു കയറുന്ന കരവിരുതുകളിലാണ് ഭാവനകൾ പൂത്തുലയുന്നത്. പാഴ്വസ്തുക്കളും ഈ കൈകളിൽ പത്തരമാറ്റ് കാഴ്ചയാകുന്നു. വേരുകളും പാഴ്വസ്തുക്കളും വെറുതെ കളയാനുള്ളതല്ലെന്ന് തെളിയിക്കുകയാണ് കോട്ടയം കാനം സ്വദേശി പുതുപ്പറമ്പിൽ സന്തോഷ്. ഒഴിവു സമയ വിനോദമായി വെറുമൊരു കൗതുകത്തിന് 6 വർഷം മുൻപ് തുടങ്ങിയതാണ് ഈ ശില്പനിർമ്മാണം. പിന്നീടത് ജീവിതത്തിന്റെ ഭാഗമായപ്പോൾ അബുദാബിയിലെ ഈ ബാച്ചിലർ റൂം ശില്പങ്ങളാൽ സമ്പന്നമായി. പായ്ക്കപ്പൽ, ബോട്ട്, വിമാനം, ഇരുനില വീട് തുടങ്ങി ജീവിതത്തെ വ്യത്യസ്ത കോണുകളുമായി ബന്ധിപ്പിക്കുകയാണ് ഈ കലാകാരൻ. അരയന്നക്കൂട്ടങ്ങൾ, മത്സ്യങ്ങൾ തുടങ്ങി ജീവൻ തുടിക്കുന്ന ഒട്ടനവധി ശില്പങ്ങൾ ആരെയും ആകർഷിക്കും. ഞാൻ ആദ്യമായിട്ട് ചെയ്ത വർക്ക് ഒരു മനുഷ്യൻ്റെ വർക്കാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ റൂമുള്ളവർ നല്ല സഹകരണം ചെന്നു. മുന്നോട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അവർ ഒരുക്കി തരികയൊക്കെ ചെയ്തു. ചെയ്യാനുള്ള സ്പേസ് അവർ എനിക്ക് തന്നു. പിന്നെ 5 വർഷമായിട്ട് ഞാൻ UAE പ്രദേശത്തുണ്ട്. പലപ്പോഴും ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നു. ചെയ്ത് അവർ കാണിക്കുമ്പോൾ അവർക്ക് നല്ല പ്രതികരണം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രദർശനമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇത് സൂക്ഷിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിൽ വേരുകളും പാഴ്വസ്തുക്കളും ശേഖരിക്കും. വാരാന്ത്യങ്ങളും അവധി ദിനങ്ങളുമാണ് ശില്പനിർമ്മാണത്തിനായി നീക്കിവെക്കുന്നത്. തന്റെ വിനോദമറിഞ്ഞ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പാഴ്വസ്തുക്കൾ സമ്മാനിക്കാറുണ്ടെന്ന സന്തോഷവും സന്തോഷ് പങ്കുവയ്ക്കുന്നു. നാട്ടിലായിരുന്നപ്പം ചെറിയ രീതിയിൽ വേറെ വർക്കുകൾ ചെയ്തിരുന്നെങ്കിലും അത് ഫിനിഷാക്കി പോളിഷോ അങ്ങനെയുള്ള വർക്കുകളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ നല്ലൊരു റൂമിലുള്ളവരൊക്കെ നല്ല ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത് മുന്നോട്ട് അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടാനുള്ള വേരുകൾ ആര്യവേപ്പെന്ന് പറഞ്ഞ മരത്തിൻ്റെ വേരാണ്. അത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന വേരാണ്. ആഴ്ചയിൽ വർക്കുകൾ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു. ജോലി കഴിഞ്ഞ സമയം കിട്ടുന്ന പോലെ കുറേശ്ശെ വർക്കുകൾ ചെയ്യണം. സ്കൂൾ പഠനകാലത്ത് കളിമൺ ശില്പങ്ങൾ ഉണ്ടാക്കിയായിരുന്നു തുടക്കം. ശില്പകലയിൽ സന്തോഷിന് ഗുരുക്കന്മാരില്ല. സ്വന്തം ആശയത്തിനുമേൽ ഉളിയും കത്തിയും പ്രയോഗിക്കുമ്പോൾ ജീവസുറ്റ ശില്പങ്ങളായി മാറുകയായിരുന്നു. സന്തോഷിന്റെ ഓരോ ശില്പത്തിനും പറയാനുണ്ട് ഒരുപാട് കഥകൾ. എന്നാൽ പരിസ്ഥിതി സൗഹൃദത്തിന്റെയും പുനരുപയോഗത്തിന്റെയും പൊതുസന്ദേശവും ഇവ കൈമാറുന്നു. കൂടുതൽ ശില്പങ്ങൾ നിർമ്മിച്ച് ജന്മനാട്ടിൽ പ്രദർശനം നടത്താനുള്ള ഒരുക്കത്തിലാണ് സന്തോഷ്. ഗൾഫ് ദിസ് വീക്കിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മടങ്ങിയെത്താം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, ഗൾഫ് ദിസ് വീക്ക്, PO Box 502638, ദുബായ് മീഡിയ സിറ്റി, UAE. ഫോൺ 043748 922. ഇമെയിൽ mmtvdubai@gmail.com.